സഹോദരിമാർക്ക് വീട്ടിലിരിക്കുന്ന എത്തിക്കാഫിരിക്കാമോ, അതുപോലെ സ്ത്രീകൾക്ക് പള്ളിയിൽ എത്തിക്കാഫിരിക്കാമോ എന്നൊക്കെ സാധാരണഗതിയിൽ സഹോദരിമാർക്കിടയിലുള്ളൊരു സംശയമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിക്കാഫിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം പ്രവാചക പത്നിമാർ എത്തിക്കാഫിരുന്നു. ഈ എത്തിക്കാഫിൻ്റെ നിബന്ധനകളിൽപ്പെട്ടതാണ് അത് പള്ളിയിലാവുക എന്നുള്ളത്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള മദ്ഹബിൻ്റെ പണ്ഡിതന്മാരടക്കം ആ കാര്യം പ്രത്യേകം ചർച്ച ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് പള്ളി പാടില്ല, നിസ്കരിക്കാൻ വരാൻ പാടില്ല, മറ്റു ആ രീതിയിലൊക്കെ തടയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ചോദ്യത്തിനാണ്. സത്യത്തിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലേക്ക് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒക്കെ ചെയ്ത കാര്യം നമ്മൾ പരിശോധിച്ചാൽ സ്ത്രീകൾക്ക് പള്ളി തടയേണ്ട ആവശ്യമില്ല. അവർക്ക് എഴുത്തിക്കാഫിരിക്കാം. വീട്ടിൽ ഇരുന്നാൽ എഴുത്തിക്കാഫ് ആകില്ല. വീട്ടിൽ അവർക്ക് സൽക്കർമ്മങ്ങൾ ദിക്റും ദുആയും ഖുർആനും അതൊക്കെ ആയിട്ട് അവർ ചിലവഴിച്ചാൽ അതിൻ്റെ കൂലി കിട്ടുന്നല്ല. അത് എഴുത്തിക്കാഫ് ആകണമെങ്കിൽ ലുസൂമുൽ മസ്ജിദ്, പള്ളിയിലായിരിക്കണം. പള്ളിയിൽ നമ്മൾ വിടാതെ സമയം ചിലവഴിക്കലാണ് ഇബാദത്തുകളായിട്ട്. അതിനാണ് എഴുത്തിക്കാഫ് എന്ന് പറയാം. വീട്ടിലിരുന്ന ഇബാദത്ത് ചെയ്യുന്നതിന് എഴുത്തിക്കാഫ് എന്ന് പറയില്ല.